ഹായ്, എല്ലാവർക്കും വീണ്ടും ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? പിന്നെ എല്ലാവർക്കും പറയുക, ഇന്നലെ ആഗസ്റ്റ് 1 അപ്പോൾ കുറച്ച് പൂവൊക്കെ കെട്ടിയതെടുത്തിട്ട് പിന്നെ ആഗസ്റ്റ് 2-ാം തീയതി രാവിലത്തെ ഉള്ളതാണ് കേട്ടോ. കുറച്ച് വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ നോൺ വെജ് ഒന്നും എടുക്കാറില്ല. പിന്നെ പൂവാണെങ്കിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട്, വിനായകൻ്റെ ഗണപതി ഭഗവാന്റെ ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട്. അവിടെ കുറേ മുല്ലച്ചെടി ഇങ്ങനെ വളർത്തിയിട്ട് അതിൽ നിന്ന് പൂവ് എടുത്തിട്ട് കുറച്ച് സ്വാമിക്കും കുറച്ച് ഞാനും തലയിൽ വെക്കും. ഇങ്ങനെ വൈകുന്നേരം എടുത്ത് ചില സമയത്ത് പൂവ് നുള്ളി വെച്ചിട്ട് കെട്ടാൻ മറന്നു പോകും. അപ്പോൾ കുറച്ചുകൂടെ അങ്ങ് മലർന്നു പോകും. അത് പിന്നെ എങ്ങനെയെങ്കിലും കെട്ടി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് അടുത്ത നാൾ കാലയിൽ രാവിലെ ഞാനതെടുത്ത് തലയിൽ വെച്ചു കൊടുക്കും. അത് പൂ കെട്ടിയിട്ട് ഇതപ്പോൾ മോൻ പറഞ്ഞു, മാമ നമുക്ക് വീഡിയോ എടുക്കാം அப்படின்னு പറഞ്ഞിട്ട് ഇതാണ്. ഇത് ആഗസ്റ്റ് 2 കേട്ടോ. ഇന്ന് ദേവീവ്രതമാണ് കേട്ടോ, വെള്ളിയാഴ്ച. പിന്നെ ഇത് നിലൂട്ടിയാണ്. അവൾ ഓടി വന്ന് എൻ്റെ കൂടെ വന്ന് അമ്മ എന്ന് പറഞ്ഞിട്ട് രാവിലെ രസവും തൈരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉച്ചയ്ക്കാണ് ഞാൻ സാമ്പാറൊക്കെ വെച്ച് തോരനൊക്കെ വെച്ചത്. ഇവിടെ വ്രതം എടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കൂട്ടല്ല കേട്ടോ. ഒരു ദിവസം വ്രതം എടുക്കുന്നത് രാവിലെ തൊട്ടൊന്നും കഴിക്കാതെ. ഇവിടെ കുളിക്കില്ല, വൈകിട്ടേ കുളിക്കുള്ളൂ. ഞാൻ അതിരാവിലെ കുളിക്കും. ഇന്ന് പക്ഷേ 6 മണിയായിപ്പോയി, എഴുന്നേക്കാൻ വൈകി. വീടെല്ലാം തുടച്ച് ഇട്ടിട്ടെല്ലാം വന്നെല്ലാം ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് ഉറങ്ങിപ്പോൾ. മനുഷ്യനല്ലേ, ഇപ്പം എന്താ ചെയ്യുക. പിന്നെ മോനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പൂച്ചക്കുട്ടിയുടെ കൂടെ കളിയാണ് കേട്ടോ. അപ്പോൾ ഞാനെടുത്ത് കൊഞ്ചിച്ചപ്പോൾ അമ്മ എനിക്കും കൂടെ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നെടുത്തു. പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നതെല്ലാം വന്ന് കഴുകി എടുത്തിട്ട് പിന്നെ രാവിലെ കുറച്ച് ചോറൊക്കെ വെച്ച്. പിന്നെ മോനാണെങ്കിൽ രസമായതുകൊണ്ട് അധികം കഴിക്കുകയൊന്നുമില്ല, ഇച്ചിരിയേ കഴിക്കുള്ളൂ. ചില സമയത്ത് തോന്നിയാൽ നല്ലപോലെ കഴിക്കും, ചില സമയത്ത് കഴിക്കില്ല. അതങ്ങനെ ഒരു പ്രകൃതി. അതാ ഇങ്ങനെ ഉണങ്ങി കുത്തിയിരിക്കുന്നതിന്. നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല തടി വെക്കും, പക്ഷെ കഴിക്കില്ല. പിന്നെ അതിന് ചില പ്രത്യേക ചിട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളുടെ ഫുഡൊന്നും അതിന് അത്ര വലിയ ഇഷ്ടമല്ല. മോനാണെങ്കിൽ എന്തെങ്കിലും അവന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടെങ്കിലേ അവൻ കഴിക്കുള്ളൂ, തിരിഞ്ഞു പോലും നോക്കില്ല ചിലപ്പോൾ. പിന്നെ അവന് ഇടിയപ്പം ഇഷ്ടമാണ്, കേരളത്തിലെ പുട്ട്, കടലക്കറി, പിന്നെ കേരളത്തിലെ ഫ്രൈഡ് റൈസ്, അതൊക്കെ ഇഷ്ടമാണ്. ഞാൻ ചില സമയത്ത് ആ സ്റ്റൈലിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കും. അതെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് കൊടുക്കും. പിന്നെ മഴയാണോ അപ്പോൾ അവിടെയൊക്കെ? എല്ലാവരും നല്ല സേഫ്റ്റി ആയിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ വെച്ചിട്ട് മഴയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ വെള്ളം കയറുന്നിടത്തുനിന്ന് എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കണം കേട്ടോ. ഇതിനു മുമ്പ് ടി വിയിൽ കാണുമ്പോൾ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് അങ്ങനെ കാണാനുള്ളൊരു മനഃശക്തിയില്ല. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം വെള്ളം കയറി വീടുകളൊക്കെ അങ്ങനെ നിലം പൊത്തി ആളുകളും അതൊക്കെ ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അങ്ങോട്ടങ്ങ് നോക്കാനേ എനിക്ക് പിന്നെ പറ്റില്ല. മഴ പെയ്യുന്നത് നോക്കും, പക്ഷെ വെള്ളം കയറുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ടി വിയിൽ ആ ന്യൂസൊന്നും നോക്കാറേയില്ല. എന്താണെന്നറിയില്ല, മനസ്സിനൊരു വിഷമം. പിന്നെ എല്ലാവരും കുഞ്ഞുങ്ങൾക്കൊന്നും സ്കൂളുണ്ടാവില്ലല്ലോ. അപ്പോൾ ഭയങ്കരമായിട്ട് വയ്യാത്ത ഇടത്തിലൊക്കെ സ്കൂളിൽ ലീവൊന്നും വിടില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ന്യൂസ് വെക്കാത്തതുകൊണ്ടൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. നെറ്റിലായാൽ തന്നെ ന്യൂസ് അപ്ഡേറ്റിംഗ് ആയാൽ കൂടെ അത് നോക്കാൻ തന്നെ ഒരു വിഷമമാണ്. അങ്ങനെയൊക്കെ ചില സമയത്തൊക്കെ നോക്കിയിട്ട് പിന്നെ അങ്ങ് മനസ്സിനങ്ങ് വെപ്രാളമാണ്, അങ്ങ് ഭീതിയാണ് പിന്നെ. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ അതൊന്നും നോക്കാറില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഒരു 12:30-1 മണി ആയപ്പോഴത്തേക്ക് മുട്ടക്കോസ് ക്യാരറ്റും കൂടെ ചേർത്തൊരു തോരൻ വെച്ച്, അത് കഴിഞ്ഞിട്ട് സാമ്പാർ വെച്ച്, പിന്നെ വൈകുന്നേരം ഒരു 3:30 ആയപ്പോഴാണ് കേട്ടോ രസം വെച്ച്, പിന്നെ കുറച്ച് തൈര് എടുത്ത് വെച്ചത്. പിന്നെ അവിടെ നാട്ടിലെ കുറച്ച് ചമ്മന്തി ഇട്ടോ. എന്നുവെച്ചാൽ ഇവിടെ സാമ്പാറൊക്കെ കൂട്ടിയാണ് ഇവർ, തോരൻ സാമ്പാറൊക്കെ കൂട്ടിയാണ് ഇവർ ഇവിടെ വ്രതം എടുത്തിട്ട് കഴിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ചിലരത്തൊക്കെ അങ്ങനെ കഴിക്കും. എൻ്റെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തിയും തൈര് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ക്ഷേത്രത്തിൽ നിന്നുള്ള പടച്ചോറ് ഇവിടെ, പിന്നെ നമ്മൾ ഇവിടെ തന്നെ ക്ഷേത്രത്തിൽ നിന്നൊന്നും പടച്ചോറ് കിട്ടാത്തതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് എന്താ പറയുക, നമ്മൾ തന്നെ അങ്ങ് വെച്ചിട്ട് അത് സ്വാമിക്ക് പടച്ച് പിന്നെ വിനായകനും നിവേദ്യം നൽകിയിട്ട് പിന്നെ പിതൃക്കൾക്ക് എല്ലാവർക്കും ഇങ്ങനെ നിവേദിച്ചിട്ട് അത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തന്നെ കഴിക്കുക എന്നുള്ളത്. പിന്നെ ഞാനും മോനുമേ കഴിക്കുകയുള്ളൂ. എന്ത് ചെയ്താലും മോന് വാഴയിലയിലെ ചോറ് ഇതേപോലൊക്കെ തന്നെയാണ് വെക്കുന്നതെങ്കിലും വാഴയിലയിൽ ആ വ്രതം നിൽക്കുമ്പോൾ ആ ചോറ് കഴിക്കുന്നതിന് അവന് ഭയങ്കര ഒരു സന്തോഷമാണ്. എത്ര കൊടുത്താലും പറയാം, അമ്മ ഇന്നും കൊഞ്ചം കൂട്, അമ്മ ഇന്നും കൊഞ്ചം കൂട്, ഇനി ഇത്രയും കൂടെ കൂട് എന്ന് പറഞ്ഞിട്ട് മോൻ നല്ലപോലെ കഴിക്കും കേട്ടോ.
പിന്നെ എല്ലാ സാമ്പാറിനൊക്കെ കടുവറുത്ത് എല്ലാ രസമൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഞാനിത് പ്രത്യേകിച്ച് കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ ഞാൻ രസം ഒക്കെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ അതൊന്നും എല്ലാം ഒന്ന് അയ്യോ ഒരേ മാതിരിയാണോ എന്ന് തോന്നലല്ലോ. പിന്നെ നമുക്ക് എന്നും ഇതൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ദിനചര്യകളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയല്ലേ ഉള്ളൂ. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കരുത്, തുണി കഴുകരുത്, വീട് ക്ലീൻ ചെയ്യുന്നത്, പിന്നെ കുട്ടികളെ നോക്കുന്നത്, അവരെ സ്കൂളിൽ അയക്കുന്നത്, ഇതൊക്കെയല്ലേ ഉള്ളൂ നമ്മളുടെ ജോലി. അതൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകാൻ ഇവിടെ അങ്ങനെ പുറത്തോട്ടൊന്നും പോകാനുള്ള ഒരു ഇതില്ല കേട്ടോ. ഈ വ്യവസായം ആയതുകൊണ്ട് ആരും അങ്ങനെ അധികം പുറത്തോട്ട് പോകാറ്. പിന്നെ എന്തെങ്കിലും കൃഷിയുടെ ആവശ്യത്തിന് തോട്ടത്തിലോട്ടൊക്കെ വെള്ളം എന്താ പറയുക മോട്ടർ ഓൺ ചെയ്തിട്ട് വെള്ളമൊക്കെ കെട്ടാൻ പാത്തി കെട്ടുക, പിന്നെ വെള്ളം അങ്ങനെ മടം മുറിച്ച് വിടൂലേ, അതുപോലൊക്കെ വിടുന്നതിനൊക്കെ പോവുള്ളൂ. അതിവിടെ നൈറ്റും പോകും കേട്ടോ. മിഡ് നൈറ്റിലൊക്കെ പെണ്ണുങ്ങൾ നല്ല ഭയങ്കര ധൈര്യം ചങ്കൂറ്റുള്ളവരാണ്. എല്ലാവരും പോയി 1 മണിക്ക് 12 മണിക്കൊക്കെ എന്താ പറയുക വെള്ളം ഇങ്ങനെ അമ്മമാരും ചേച്ചിമാരൊക്കെ ഇങ്ങനെ പോയി ചെയ്യും. എനിക്ക് ഇപ്പോഴും ആ ധൈര്യമൊന്നും വന്നിട്ടില്ല. പിന്നെ സാമ്പാറെല്ലാം റെഡിയാക്കിയത് അത് കാട്ടിയതുകൊണ്ട് പിന്നെ ഞാനത് എടുക്കാം. പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിലോട്ട് വന്നേ കേട്ടോ. വഴി ഞാൻ നേരത്തെ കാണിച്ചുകൊണ്ട് പിന്നെ എടുത്തില്ല. ക്ഷേത്രത്തിൽ വന്ന വിനായകന് ഗണപതി ഭഗവാന് പിന്നെ കർപ്പൂരവും അഗർബത്തിയും കത്തിച്ചിട്ട്, പിന്നെ കാളി ദേവിക്ക് സെപ്പറേറ്റാണ് കേട്ടോ ഇവിടെ ക്ഷേത്രം. ദേവിക്ക് സമർപ്പിച്ച് അവിടുന്ന് ഇവിടെ പൂജ ആരംഭിക്കാൻ ലേറ്റാവും കേട്ടോ. ഈ ആടി പെരുക്കിന് മുമ്പുള്ള വെള്ളിയാഴ്ച കടസിയിലോ അങ്ങോട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കൂഴെന്ന് പറഞ്ഞാൽ അതിനെന്താ മലയാളത്തിൽ പറയാം, കുറുക്ക് പോലെ ഈ വെള്ളച്ചോളം മക്കാച്ചോളം അതൊക്കെ റാഗി കമ്പുത്തന ഇതെല്ലാം കൂടെ പൊടികളെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ ചുവന്നുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചിട്ട് പച്ചയ്ക്ക് അരിഞ്ഞിട്ട് എന്താ പറയുക എല്ലാവർക്കും ഗ്ലാസ്സിൽ കൊടുക്കും. പാത്രങ്ങൾ കൊണ്ടുപോയ പാത്രത്തിലും കൊടുക്കും. അന്ന് പിന്നെ ഞങ്ങൾ സ്വാമിക്ക് വ്രതം മുറിച്ചത് കൊണ്ട് പിന്നെ വയറ് നിറഞ്ഞിട്ട് പോയില്ല. അവരെ അച്ഛമ്മ കൊണ്ടുവന്ന് ഇത് ഞാൻ ക്ഷേത്രത്തിന് വലം വയ്ക്കായിരുന്നു കേട്ടോ. മോൻ പിന്നാലെ വരുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ എൻ്റെ പാട്ടിന് ഞാനങ്ങ് തനിയെ നേരെ അങ്ങ് നടന്നു. പിന്നെ നോക്കിയപ്പോഴാരോ വരുന്നത് നോക്കി തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് മോൻ വീഡിയോ എടുത്തിട്ട് വരുന്നത് കണ്ടത്. പിന്നെ ശരി എന്നാൽ മോൻ എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാൻ വാ എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പോയി എന്താ പറയുക ഭസ്മമൊക്കെ വാങ്ങുന്നതൊക്കെ മോൻ ഷൂട്ട് ചെയ്ത്. പിന്നെ ഞങ്ങളുടെ കുറച്ച് സ്വന്തക്കാരും പിന്നെ അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. അതൊന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ. വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോയാലോ എന്ന് വിചാരിച്ചിട്ട്. ഇതാണ് ഇവിടുത്തെ പൂജാരിപ്പയ്യൻ. ആണ്ടി വീടാണ് കേട്ടോ ഇവിടെ പൂജ ചെയ്യുന്നത്. പിന്നെ ഇവരുടെ അച്ഛൻ്റെ ആരൊക്കെയോ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തിയത്. അങ്ങനെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ക്ഷേത്രം പണിഞ്ഞിട്ട് വേണ്ടി കുടിയിരുത്തിയത് ഇവരുടെ മുൻ തലമുറക്കാർ. അതിലിപ്പോൾ ഉള്ള തലമുറക്കാരാണ് ഒരു 2 പേര്. മോൻ വീഡിയോ എടുക്കുന്നതിനെ പറ്റി ഓരോരുത്തർ ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു മോനാന്നെങ്കിൽ നിർത്തി എല്ലാവരും നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മോനവിടെ വെച്ച് മനസ്സിലാക്കി. ഇത് ഞങ്ങളുടെ വിനായകനാണ് കേട്ടോ. വിനായകന് ചോറൊക്കെ പടച്ച് വെച്ചിട്ട് പിന്നെ വ്രതം മുറിക്കാനായിട്ട് വേണ്ടി എല്ലാം തയ്യാറെടുപ്പാൻ എന്താ പറയുക കർപ്പൂരവും അഗർബത്തിയും കത്തിച്ചിട്ട് പിന്നെ ലാസ്റ്റ് വ്രതം നിർത്തുമല്ലോ, ആ സമയത്ത് തേങ്ങാപ്പഴം അതൊക്കെ വെച്ച് സ്വാമിക്ക് നല്ല ഇതായിട്ട് നമ്മൾ എന്താ പറയുക പൂജയും നൈവേദ്യമൊക്കെ ചെയ്യണം. ആദ്യമായതുകൊണ്ട് പിന്നെ ഇതൊക്കെ കേട്ടോ. ദിവസവും പൂജയാണ് കേട്ടോ ഞങ്ങളുടെ വിനായകന്. പൊട്ടുകടല, അവൽ, നാട്ടുശർക്കര ഇത് ദിവസവും നേദിച്ചിട്ട് ദിവസവും പൂവൊക്കെ വെച്ച് അർച്ചനയൊക്കെ ചെയ്ത് പൂജ വിളക്കൊക്കെ കത്തിച്ച് കെടാവിളക്കൊക്കെ കത്തിച്ച് വെച്ച് പൂജ ചെയ്യും. പിന്നെ അകത്ത് വന്നിട്ട് ഞങ്ങൾക്ക് മാസ്റ്റർ ബെഡ്റൂമിലാണ് പൂജ റൂമായിട്ട് സെറ്റ് ചെയ്തത്. അവിടെ പോയി എല്ലാം ചോറൊക്കെ എടുത്തെല്ലാം പടച്ച് വെച്ച് എല്ലാം കഴിച്ചിട്ട് വന്നു. പിന്നെ മോനാണെങ്കിൽ ഈ സുലുവും മോനും കൂടെ ഭയങ്കര കമ്പനിയാന്ന് പറഞ്ഞില്ലേ, 2 പേരും കൂടെ കളിക്കുന്നതാണ് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ ഷൂട്ട് ചെയ്ത്. ചോറ് കഴിക്കുന്നതൊന്നും എടുത്തില്ല കേട്ടോ. 2 പേരും ചൂടിൽ കിടന്ന് ഉരുകിയുണ്ട്. ഫോൺ വയ്ക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് പിന്നെ അതെടുത്തിട്ടില്ല. പിന്നെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. സുലുവിന് എന്നെ കണ്ടത് ഓടിയൊന്ന് കാൽ കിട്ടാൻ വന്നതും അവളെ എടുത്ത് കൊഞ്ചിച്ചില്ലേ. അവൾക്ക് പിന്നെ സങ്കടമാകുമെന്ന് വെച്ചിട്ട് അവളെ എടുത്ത് കുറച്ച് കൊഞ്ചിച്ച്. പിന്നെ
പോയി മുല്ലമൊട്ടെല്ലാം പറിച്ചിട്ട് വന്ന് മാല കെട്ടി എല്ലാം ഇതാക്കി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഇതൊന്നും വന്നില്ലെങ്കിലും പറയാം കേട്ടോ.